നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസാന ആഴ്ചയിലേക്ക് കടക്കുകയാണ്. 12ാം ആഴ്ചയിൽ ഷോ എത്തി നിൽക്കുമ്പോൾ വീണ്ടും ഒരു എവിക്ഷൻ കൂടി നടന്നു. ഈ ആഴ്ച ഹൗസിൽ നിന്നും പുറത്തായത് നന്ദനയാണ്. സിജോ സായി കോംബോയ്ക്കൊപ്പം ചേർന്ന ശേഷം നന്ദനയുടെ ഗെയിം പ്രേക്ഷകർക്ക് അരോചകമായി തുടങ്ങിയിരുന്നു. സിജോയും സായും തങ്ങളുടെ സഹോദരി എന്ന രീതിയിലാണ് നന്ദനയെ കൊണ്ടു നടന്നിരുന്നത്. എന്നാൽ അത് പലപ്പോഴും അതിരുവിട്ടു പോവുകയും നന്ദനയുടെ ഗെയിമിനെ ബാധിക്കുകയും ചെയ്തു. ടിക്കറ്റ് ടു ഫിനാലെയുടെ അവസാന ടാസ്കിൽ നന്ദനയ്ക്ക് പോയിന്റ് ലഭിക്കാനായി സിജോയും സായിയും ഒത്തുകളിച്ചതും പ്രേക്ഷകരുടെ വോട്ട് കുറയാൻ കാരണമായി. 7 പേരാണ് ഇത്തവണ എവിക്ഷനിൽ ഉണ്ടായിരുന്നത്. അതിൽ 6 പേരുടെ റിസൾട്ട് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിലാണ് മോഹൻലാൽ പ്രഖ്യാപിക്കുക. എവിക്ഷനിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഹാർട്ട് ഷേപ്പിലുള്ള സ്റ്റിക്കറുകൾ നൽകിയിരുന്നു ബിഗ് ബോസ്. അത് മോഹൻലാലിന്റെ നിർദ്ദേശപ്രകാരം ഓരോരുത്തരായി തുറന്നു. അതിൽ സായിയും നന്ദനയും ഒഴികെയുള്ള മറ്റുള്ളവരുടെ എല്ലാം റിസൾട്ട് പെൻഡിങ് എന്നാണ് എഴുതിയിരുന്നത്. റിസൾട്ട് പെൻഡിങ് ആയവർക്കുള്ള ഉത്തരം ഇന്ന് നൽകാമെന്നാണ് മോഹൻലാൽ പറഞ്ഞത്. ശേഷം സായിയോടും നന്ദനയോടും ഗാർഡൻ ഏരിയയിലേക്ക് പോകാൻ ബിഗ് ബോസ് നിർദ്ദേശിച്ചു. അവിടെ വെച്ച് ഇരുവരോടും എന്താണ് പറയാനുള്ളതെന്ന് ബിഗ് ബോസ് ചോദിച്ചു. താൻ ഹാപ്പിയാണെന്നും തനിക്ക് കിട്ടിയ അവസരം നന്നായി ഉപയോഗിച്ചതായി തോന്നിയെന്നും അതുകൊണ്ട് തന്നെ എന്തും ഉൾക്കൊള്ളാൻ താൻ തയ്യാറാണെന്നും സായി പറഞ്ഞു. പിറകോട്ട് താൻ ഒരിക്കലും നിന്നിട്ടില്ലെന്നും ടാസ്കുകൾ മാക്സിമം ചെയ്തിട്ടുണ്ടെന്നും പ്രേക്ഷക വിധിക്കനുസരിച്ച് പോകാൻ താൻ തയ്യാറാണെന്നുമാണ് നന്ദന പറഞ്ഞത്. ശേഷം ഇരുവരും വസ്ത്രത്തിൽ കുത്തിയിരുന്ന സ്റ്റിക്കർ തുറന്നു നോക്കി. സായിക്ക് ലഭിച്ചിരുന്ന സ്റ്റിക്കറിൽ നന്ദന എവിക്റ്റഡ് എന്നാണ് എഴുതിയിരുന്നത്. അത് കണ്ടതും സായി അമ്പരന്നു. പിന്നെ എന്ത് ചെയ്യണം പറയണമെന്നറിയാതെ സിജോയെ ചേർത്ത് പിടിച്ചും നന്ദനയെ ചേർത്ത് പിടിച്ചും കരഞ്ഞു. നന്ദനയുടെ എവിക്ഷൻ വിശ്വസിക്കാനാവാതെ ഏറെ നേരം സായി ഇരുന്നു. പിന്നീട് നന്ദനയുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ താനും സിജോയും ഒപ്പമുണ്ടാകുമെന്നും പറഞ്ഞു. നീ എന്ത് സ്വപ്നവുമായിട്ട് വന്നുവോ അത് സാധിച്ചു തരുമെന്നാണ് സായിയും സിജോയും നന്ദനയോട് പറഞ്ഞത്. എവിക്ഷൻ താൻ പ്രതീക്ഷിച്ചിരുന്നു. കാരണം താൻ നോർമൽ ഒരു ഇതിൽ നിന്ന് വന്നയാളാണ്. മറ്റുള്ളവർ കുറച്ചുകൂടി അവർ സംസാരിക്കുമ്പോൾ അത് താൻ കേട്ടിരുന്നു. അത് ഞാനിപ്പോൾ പറയുന്നില്ല. എന്നെ കൊണ്ടാകുന്നതിന്റെ മാക്സിമം ഞാൻ പ്രയത്നിച്ചിട്ടുണ്ട്. ഹൗസിലേക്ക് വന്നപ്പോൾ ഈസി ആണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അത്ര എളുപ്പമല്ല സർവൈവ് ചെയ്ത് നിൽക്കാൻ. 12ാം ആഴ്ച വരെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. 2 ആഴ്ച കൊണ്ട് പെട്ടിയെടുത്ത് പോകുമെന്നാണ് കരുതിയത്. പ്രേക്ഷകർ എന്നെ ഇവിടെ വരെ എത്തിച്ചു. അതിൽ വളരെയധികം നന്ദിയുണ്ട് എന്നാണ് നന്ദന മോഹൻലാലിനോട് സംസാരിക്കവേ ഹൗസിലെ അനുഭവം പങ്കിട്ട് പറഞ്ഞത്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.